ഏട്ടാ നമ്മൾ നിങ്ങളോട് ചോദ്യം ചോദിക്കും, അതിന് കറക്റ്റ് ആൻസർ പറയാ നമ്മൾ നല്ലൊരു ഗിഫ്റ്റും തരും. പിന്നെ അതേപോലെ എന്റെ അക്കൗണ്ട് ഉണ്ട്, അത് ഫോളോ ചെയ്തിട്ട് ഫസ്റ്റത്തെ 3 വീഡിയോക്ക് ലൈക്ക് അടിച്ചു വെച്ചാൽ 10,000 രൂപയും തരും. അതേപോലെ കമന്റ് പാട് ചെയ്യിച്ച ഒരു ഫോൺ നമ്മൾ തരും. ഇപ്പൊ മറ്റേ KSRTC-യിലൊക്കെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയില്ലേ? അതുകൊണ്ട് ഇപ്പൊ നിങ്ങളെ പോലത്തെ ആൾക്കാർക്കൊക്കെ അത് പ്രശ്നമായിട്ടാ? നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ആൾക്കാർക്കും ബസ്സിന്റെ കാര്യത്തിലും ഞങ്ങളുടെ കാര്യത്തിലൊക്കെ തന്നെയാണ് ബുദ്ധിമുട്ട്. കാരണം സ്ത്രീകളൊന്നും വല്ലാതെ വണ്ടി വിളിക്കണില്ല ഇപ്പൊ. കാരണം ഒക്കെ KSRTC-ക്ക് ഇപ്പൊ കാരണം അവരതല്ലേ. അപ്പൊ KSRTC-യുടെ ഇതിലൂടെ പോകണം. അങ്ങനെ നമുക്ക് കാരണം ഇപ്പൊ പോണ സ്ഥലത്തേക്ക് പ്രൈവറ്റ് വണ്ടി കൊടുക്കുമ്പോൾ നമുക്കും അതിനൊക്കെ മോശം തന്നെ. ആദ്യത്തെ അത്യാവശ്യം ഓട്ടം ഉണ്ടാവില്ല, ഓട്ടം ഉണ്ടാവില്ല. റെയിൽവേന്റെ വണ്ടികളും അതൊക്കെ ആയിട്ട് നമുക്ക് നാല് മേഖലയിൽ നിന്ന് വരണല്ലേ. അപ്പൊ അങ്ങനെ ഓട്ടം ഉണ്ടാവുന്നുണ്ട്. സ്ത്രീകള് മൊത്തം പ്രിയദർശിനെ ആശ്രയിക്കും. അവരും നമ്മളെ പ്രൈവറ്റ് ബസ് കണ്ടാൽ തന്നെ തിരിഞ്ഞു നിൽക്കും. എത്ര തിരക്കാച്ചാലും ബസ്സിൽ കയറും. അല്ലെങ്കിൽ ഓട്ടോറിക്ഷ നമുക്ക് ഓട്ടോറിക്ഷ നമുക്ക് ഒരു മെച്ചുണ്ടായിരുന്നു. അവര് ഇതിലാണ് കാരണം സൗജന്യം കിട്ടുമല്ലേ, ബസ്സിന് കായ് കൊടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് ഇത് കിട്ടിയിട്ട് വേണം എല്ലാ കുടുംബം ജീവിക്കാൻ. ആൻസർ പറഞ്ഞുകൊണ്ട് ചെറിയ ഗിഫ്റ്റ് ചെയ്യാണ്. അതേപോലെ നമ്മളെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ഫസ്റ്റ് 3 വീഡിയോക്ക് ലൈക്ക് അടിച്ചാൽ 10,000 രൂപ വരും. അതേപോലെ കമന്റ് ബാർ അടിച്ചാൽ ഒരു ഫോണും തരും. എടാ ഫോളോ ചെയ്യില്ല, അപ്പൊ ഇതാണ് നമ്മളെ അക്കൗണ്ട്. അപ്പൊ ഫോളോ ചെയ്തേക്കാണ് കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിയും വരും. ഓക്കെ, അപ്പൊ നിങ്ങളെ വീഡിയോ ഫോണിൽ കൂടെ കാണും കേട്ടോ. ഓക്കെ, ഇതിലിങ്ങനെ നോക്കിയാൽ ഫോണിൽ കൂടെ കാണും.